ഡിസംബർ 31-ന് കണ്ണൂരിൽ ആദ്യ വിമാനമിറക്കുമെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും മന്ത്രി കെ ബാബുവിന്റെയും പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കാവുന്നു. വിമാനത്താവള പ്രവൃത്തികൾ ഇന്നും പാതിവഴിയിലാണ്. ഇന്ന് ഡിസംബർ 31. കണ്ണൂരിന് ചിറകുമുളക്കുമെന്ന് സ്വപ്നം കണ്ടവർക്ക് നിരാശയുടെ ഒരു ദിനം കൂടി സമ്മാനിച്ച് 2015 വിടവാങ്ങുകയാണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് വികസനത്തിന്റെ പ്രധാന കണ്ണിയായി എടുത്തുകാണിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മന്ത്രി കെ ബാബുവും മാധ്യമങ്ങൾക്ക് മുന്നിലും ജനങ്ങൾക്ക് മുന്നിലും 100 ദിവസത്തിനുള്ളിൽ ഡിസംബർ 31-ന് ആദ്യ വിമാനം കണ്ണൂർ മട്ടന്നൂർ മൂർഖൻ പറമ്പിൽ ഇറക്കുമെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഇത് നടന്നിരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ട്രയൽ ലാൻഡിംഗ് ഡിസംബർ 31 നിലയിൽ മുന്നോട്ട് പോവുകയാണ്. 31-ാം തീയതിയിൽ കണ്ണൂർ വിമാനത്താവളത്തിന്റെ അവസ്ഥ മുഖ്യമന്ത്രി പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുകയാണ്. 50% പണി മാത്രമാണ് ഇതുവരെ പൂർത്തിയായത്. 2400 മീറ്റർ റൺവേയിൽ ഇതുവരെ ഫിനിഷിംഗ് നടന്നില്ല. എയർ ട്രാഫിക് കൺട്രോൾ ടവർ, മേൽപ്പാലം, KSEB സബ്സ്റ്റേഷൻ എല്ലാം പാതി വഴിയിൽ. ഇന്ധന സംഭരണ കേന്ദ്രത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നെന്ന് വരുത്തി തീർത്തു. മറ്റ് പ്രവൃത്തികൾ ഇപ്പോഴും ബാക്കി. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് വിമാനമിറക്കാനുള്ള അനുമതി തേടി കത്ത് നൽകിയതുപോലും അവസാന നിമിഷത്തിൽ. പാതി വഴിയിൽ മട്ടന്നൂർ വിമാനത്താവളവും അടുത്ത തെരഞ്ഞെടുപ്പിന് ചൂണ്ടിക്കാണിക്കാനുള്ള ഇര മാത്രമായി അവശേഷിക്കുകയാണ്. കൂടെ കണ്ണൂരിന്റെ വികസന സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ പടരുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.